ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് അറിയോ, ഞാൻ അതിന് മുന്നേ പഴയ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അതിലെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ തൃക്കാരിപ്പനൊക്കെ വയ്ക്കുമ്പോൾ ഒക്കെ ഇപ്പോൾ റെഡിമെയ്ഡ് മേടിച്ചിട്ടായി നമ്മൾ വയ്ക്കില്ല ഓരോരുത്തരും ഓരോ വീട്ടിൽ. എളുപ്പത്തിന് ഇപ്പോൾ തൃക്കാരിപ്പന വിൽക്കാനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഓരോ വീട്ടിലും കാരണവന്മാർ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, ഞങ്ങൾ വേറെ വീടായി പോയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും അമ്മയും പിന്നെ ചേച്ചി അങ്ങന്മാരൊക്കെ ആയിട്ട് അങ്ങനെ അതിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ വെച്ചാൽ അവരൊക്കെ ഉണ്ടാക്കുക ചെയ്യുക തൃക്കാരിപ്പന കേട്ടോ. പിന്നെ തൃക്കാരിപ്പന ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊന്നും ഒരു ഇതില്ല. ഉണ്ടാക്കി വരുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മണ്ണും എന്താ പറയുക, പെണ്ണും എന്താ പറയുക, നന്നാക്കിയത് നന്നാവുന്ന പറയുക. അതുപോലെ നമ്മൾ ഏത് രൂപത്തിലാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് ചെയ്യുക, അതുപോലെ നമുക്കിത് മണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ത് വേണമെങ്കിലും. അപ്പം ഒരു 5 തൃക്കാരപ്പന നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ എന്ത് രസമുള്ള കാലമായിരുന്നു ഓരോതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. എന്ത് രസമല്ലേ കാണാനൊക്കെ ആയിട്ട്. അന്ന് ഞങ്ങൾ കുഞ്ഞുകുട്ടികൾ ഞങ്ങൾ കൗതുകമായി ഈ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് കയറി പതിവേട്ട മുത്തച്ഛൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് മുത്തച്ഛനൊക്കെ അമ്മയുടെ അച്ഛനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഭയങ്കര കൗതുകത്തിൽ നോക്കി നിൽക്കും. പിന്നെ എൻ്റെ അച്ഛനായപ്പോൾ അത് അച്ഛനും അവരൊക്കെ ആയപ്പോഴും ഞങ്ങൾ നോക്കി നിൽക്കൂട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഒരല് മാതിരി ഇങ്ങനെ നീളൻ ഇങ്ങനെ ഉണ്ടാക്കി നടക്കിൽ ഇങ്ങനെ ഞക്കുമാതിരി ആക്കി വന്ന് അതിലൊരു കുഴ അങ്ങനെ തിരികി അതൊരു വശത്തേക്കും 5 തൃക്കാർപ്പെന്ന് പറഞ്ഞാൽ നടുക്കിൽ ഒന്ന് അപ്പുറം ഓരോന്ന് ഇപ്പുറത്ത് ഓരോന്ന് അപ്പുറത്ത് ഓരോന്ന് അങ്ങനെയായിട്ട് 4 തൃക്കാർപ്പൻ ചുറ്റും വയ്ക്കുക പതിവായിട്ട് 4 സൈഡിലും വയ്ക്കും. അപ്പോൾ ഈ 4 സൈഡിലും ഓരോ പഴുതുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഉരൽ വയ്ക്കും. അത് കഴിഞ്ഞാൽ ഒരു അമ്മിയുടെ ഷേപ്പിൽ ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കും, ഒരു അമ്മിക്കുഴ വയ്ക്കും. ഒരു ചാണാന്ന് പറയും, ഈ ചന്ദനം അരയ്ക്കാനുള്ളതാണ് ചാണാന്ന് പറയുന്നത്. അത് അമ്പലങ്ങളിലും ഒക്കെ ഇങ്ങനെ കാണും റൗണ്ടായിട്ടുള്ളത്. അതിലൊരു കുഴയുണ്ടാവും. അപ്പോൾ ചന്ദനം അരയ്ക്കാനുള്ള ചാണ ഉണ്ടാക്കും, ഒരു കുഴ അമ്മിക്കുഴ മാതിരി തന്നെ ഒരു സംഭവം അതിലും ഉണ്ടാവും, അത് വയ്ക്കും. പിന്നെ ഒരു ചിരവ ഉണ്ടാക്കും. ചിരവ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചിരവമിൽ ഒരു കുട്ടിപ്പട്ടര വയ്ക്കും. അതായത് ഒരു മനുഷ്യൻ്റെ രൂപം അതിൽ ചിരവണ മാതിരി കൈ കൊണ്ട് ഇങ്ങനെ ചിരവട നാക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ശരിക്കും ഒരു കുട്ടി ഇരിക്കണ മാതിരി വയ്ക്കും. അതൊരു നല്ലൊരു കൗതുകം. അപ്പോൾ ഈ 4 മൂലക്കിലും ഈ 4 തൃക്കാർപ്പൻ്റെ ഇടയിൽ പഴുതിൽ ഇത് വെക്കുക പതിവ്. എന്നിട്ട് നിറച്ച് തുളസിക്കതിര്, പിന്നെ അത് ഇത്തിരി നീളത്തിൽ അങ്ങോട്ടാക്കി മുറിക്കും. തുമ്പക്കഴുത്ത് അങ്ങനെ ഇത്തിരി നീളത്തിലാക്കി മുറിച്ച്, പിന്നെ ചെമ്പരത്തിപ്പൂവ്, അരളിപ്പൂവ് അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പൂക്കളൊക്കെ വേണമെങ്കിൽ നമ്മൾ വെക്കുക കേട്ടോ. ഇതൊക്കെ മെയിൻ തുമ്പപ്പൂവും ഈ തുളസിയുടെ കതിരോട് കൂടിയിട്ടുള്ളത് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളും മെയിൻ വെക്കണം. എന്നിട്ട് പിന്നെ അരളിപ്പൂവ് അതേമാതിരി വെക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഏത് ഇഷ്ടമുള്ളത് വേണമെങ്കിലും നമുക്ക് വെക്കാം. അന്നേരം അവിടെ പൂജിക്കലുണ്ട്. പൂജിക്കാൻ ഒരു പൂവ് വയസ്സായ കാരണന്മാർ തന്നെ അന്ന് തൃക്കാർപ്പന വെച്ച് അന്ന് തന്നെ വിളക്ക് വെച്ച് ഇല വെച്ച് അതിൽ അണിഞ്ഞ് ഒരു പലകേമിലാണ് അത് വെക്കുക. അവണപ്പലക എന്ന് പറയും. പണ്ടൊക്കെ അവണപ്പലക ഉണ്ടായിരുന്നു. ഒരു റൗണ്ടിൽ പൂജാരികൾക്കൊക്കെ പൂജിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു പലകയുണ്ട്. ആ പലകേമലെ ഈ ഒരു ഇല വെച്ച് അതിൽ അണിഞ്ഞിട്ടൊക്കെയാണ് ഈ തൃക്കാർപ്പന വയ്ക്കുക. 4 വശത്ത് ഓരോ ഈ പറഞ്ഞ ഉരല് ആട്ടയിൽ അമ്മി പിന്നെ നാളികേരം ചിരവയൊക്കെ വയ്ക്കൂട്ടോ. അങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ അതിന് തന്നെ എല്ലാം കൂടിയിട്ട് ഒരു കോടി ചുറ്റും. എന്നിട്ട് നാളികേരത്തിൻ്റെ ഉടച്ചിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കും. കിണ്ടിയിൽ വെള്ളം, പൂവ്, എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് അവിടെ വയ്ക്കൂട്ടെ. ഒരു കോടി ചുറ്റി കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഈ നാളികേരം ഉടച്ചത് എടുത്തിട്ട് ഞങ്ങൾ അട ഉണ്ടാക്കും. അട ഉണ്ടാക്കിയിട്ട് തൃക്കാർപ്പന് ഈ ശർക്കര, പഴം, നാളികേരം ഇതൊക്കെ വെച്ചിട്ട് അട ഉണ്ടാക്കിയിട്ട് 4 ഇലയിൽ 2 നാക്കിലയിൽ ഒന്ന് ഗണപതിക്കും ഒന്ന് തൃക്കാർപ്പനായിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഈ തൃക്കാർപ്പന വെച്ചാൽ അവർ ചിലപ്പോൾ ആദ്യം മുത്തച്ഛൻ്റെ കാലത്ത് മുത്തച്ഛനായിരുന്നു പൂജിച്ച് നമുക്ക് തരിക. അങ്ങനെ തരും, അങ്ങനെ പൂജിക്കാറൊക്കെ ഉള്ളത്. പിന്നെ അച്ഛനായി പൂജിക്കൽ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മക്കളായപ്പോൾ ആങ്ങൾമാരും അവരൊക്കെ ആയപ്പോൾ പിന്നെ അവരൊക്കെയാണ് പൂജിച്ച് അങ്ങനെയൊക്കെ എടുക്കട്ടെ. അതൊക്കെ ആ കാലമൊക്കെ എന്ത് രസമായിരുന്നു എന്ന് പറയും. ഇപ്പോഴത്തെ കാലത്ത് വന്നിട്ട് അവർക്കൊരു തൃക്കാർപ്പന വയ്ക്കണതും കാണണ്ട, പിന്നെ അങ്ങനെ പൂജിക്കണമെന്നും ഒന്നുമില്ല. അങ്ങനെയാണ്. നേരം വെളിച്ചാകുമ്പോഴേക്കും കുളിച്ച് അപ്പോഴേക്കും വയസ്സായവരെ ആണുങ്ങളുണ്ടെങ്കിൽ ആണുങ്ങളെ പൂജിക്കുക. ഇനിയിപ്പോൾ ആണുങ്ങളില്ല വെച്ചെങ്കിൽ വയസ്സായ പെണ്ണുങ്ങൾക്കൊക്കെ പൂജിക്കുകയൊക്കെ ചെയ്യാട്ടോ. അപ്പം ഇങ്ങനെ പൂജിക്കുകയൊക്കെ ചെയ്തു. മുത്തച്ഛനൊക്കെ പിറ്റേ ദിവസം ഈ പഴം പുഴുങ്ങിയിട്ടുള്ളത് വെച്ചെങ്കിൽ ആ പുഴുങ്ങിയെന്ന് ആദ്യം തന്നെ എടുത്തേക്കും. ഈ എച്ചന്ന് ഞങ്ങൾ അടവെച്ച് എഴുതിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത് കേട്ടോ. അത് ഈ പഴവും ശർക്കരയും ഈ നാളികേരം കൂടി വെച്ചിട്ടുള്ള അരച്ച മാവ് ഇല്ലേ, നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടിട്ട് മിക്സിയിൽ അരച്ചിട്ട് അന്ന് അമ്മീം അരയ്ക്കാറുള്ളത്. അമ്മീം അരച്ചിട്ടാണ് ഈ അണിയാനും പിന്നെ ഈ അടയ്ക്കൊക്കെ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ അധികം ഒന്നും ഉണ്ടല്ലോ, ഈ വഴിപാടിൻ്റെ ഈ സംഭവത്തിന് മാത്രമല്ലേ ഉണ്ടുള്ളൂ. അങ്ങനെ ഉണ്ട്. പിറ്റേ ദിവസം നമ്മൾ പഴം പുഴുങ്ങില്ലേ, തിരുവോണമൊക്കെ ആയി പഴം പുഴുങ്ങില്ലേ, അതിന് 2 പഴം നുറുക്ക് എടുത്ത് വെച്ച് ഗണപതിക്കും തൃക്കാർപ്പനും കൂടി പൂജിക്കും. പിന്നെ വൈകുന്നേരം പൂജിക്കും മുത്തച്ഛനൊക്കെ അത് പൂജിക്കും. എന്നിട്ട് അതൊക്കെ നമുക്ക് പ്രസാദമായിട്ട് തരുമൊക്കെ ചെയ്യട്ടോ. അപ്പം ഞങ്ങളത് 4 ദിവസം അതേമാതിരി പഴം പൂജിച്ചും ഇതാക്കിയായി 3 ഓണം ആകുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ
3 ഓണമാകുമ്പോൾ ഈ കുമ്മാട്ടികൾ വരും. കുമ്മാട്ടികൾ വാഴഞ്ചമ്മലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഞങ്ങൾക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ആ സമയത്ത് എൻ്റെ കുട്ടി പ്രായത്തിൽ ഞാൻ പറയുന്നത് ഈ ഇത് വരണ കണ്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓടി ഒളിക്കുകയൊക്കെ ചെയ്യും. പിന്നീട് വീട്ടിൽ വരുമ്പോൾ മറിഞ്ഞ് നിന്നിട്ട് ഞങ്ങൾ നോക്കും. സംഭവം നോക്കുമ്പോൾ എന്താ കുറേ പുല്ല് വാഴഞ്ചമ്മല ഇതൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഓണത്തിന് ഓരോരോ വീട്ടിൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് പൈസ, പഴം അങ്ങനത്തെ ഒക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കും കേട്ടോ. അങ്ങനെ ഇതാവും. അതിന് മുമ്പേ ഈ തൃക്കാർപ്പന വെച്ച അന്ന് മാവേലി വരും. മാവേലി വരുമ്പോൾ അത് കിരീടം പിന്നെ ഒരു മേലാടിയും അതൊക്കെ ചുറ്റി മീശയും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് വരും കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലൊരു ഇതൊക്കെയായിരുന്നു. പിന്നെ കുമ്മാട്ടി ഇതൊക്കെ വരും. അത് കഴിഞ്ഞ് പുലിക്കളിയുടെ വേഷം കെട്ടിയിട്ട് വരും. അന്നൊന്നും തൃശ്ശൂർ പുലിക്കളിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പുലിക്കളിയൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് ഒരു 4 ഓണമായ ഇവിടെ പുലിക്കളിയായി. കുമ്മാട്ടി കഴിഞ്ഞു പുലിക്കളി. ഓരോരുത്തർ പുലിയുടെ വേഷമൊക്കെ വെച്ച് കെട്ടിയിട്ട് പണ്ടത്തെ ആൾക്കാർ, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ആ കാലത്തുള്ള ആൾക്കാരുടെ പണിയാണ് കേട്ടോ. ഞങ്ങളുടെ അടാട്ട് രാജ്യത്ത് അങ്ങനെ കണ്ടിട്ടുള്ള പുലിക്കളിയൊക്കെ ആയിട്ട് നല്ല രസമുള്ള 4 ഓണം നല്ല ഓണം ആയിട്ട് അങ്ങനെ ഇതാവാറുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ വീടൊക്കെ ഓരോരുത്തരും മാറി വന്ന് ഇതായപ്പോൾ പിന്നെ എൻ്റെ മക്കളൊക്കെ, എൻ്റെ മൂത്തോനൊക്കെ ഈ മാവേലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കൃഷ്ണവിന് വേഷം കെട്ടിയിട്ടുണ്ട്, മാവേലിക്ക് വേഷം കെട്ടിയിട്ടുണ്ട് എൻ്റെ മോനൊക്കെ. അതൊക്കെ ഒരു രസക്കാലമായിരുന്നു അങ്ങനത്തെ ഒരു കാലങ്ങൾ. ഇപ്പോൾ അവർക്ക് വേഷം കെട്ടാനൊക്കെ ഒന്നും തോന്നണില്ലല്ലോ. അങ്ങനെ ഓരോരോ ഇത് തന്നെയല്ല. ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകും. അച്ഛൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് വെച്ചെങ്കിൽ ഏട്ടൻ എല്ലാവരും കൂടിയിട്ട് കൈക്കൊട്ടിക്കളി, അച്ഛമ്മയൊക്കെ ഭയങ്കര കൈക്കൊട്ടിക്കളിയുടെ പാട്ടൊക്കെ പാടുന്ന ആളാണ്. അപ്പോൾ നന്നായി പാടിയിട്ട് അച്ഛൻ്റെ പെങ്ങന്മാരും എല്ലാവരും ഭയങ്കര കളി കാണാനായിട്ട് അടുത്തുള്ളവർ മുഴുവൻ വരും കാണാനായിട്ട്. എന്ത് രസമായിരുന്നു. ഇപ്പോൾ എന്നിട്ടൊരു കൈക്കൊട്ടിക്കളിയിൽ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കാലമാണ് മാത്രം അന്നത്തെ കാലം. പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് സ്കൂൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ആ ടൈമിലായാലും ഞാൻ എന്നും അമ്പലത്തിലേക്ക് പോകട്ടെ. എന്നും ഞാൻ എൻ്റെ ഈ പോണ അമ്പലം എന്നുണ്ട് അമ്പലം. ആ അമ്പലത്തിലേക്ക് ഞാൻ പോകും. ആ സമയത്ത് എന്താ പറയുക, അമ്പലത്തിലേക്ക് കാലത്തും പോകും, വൈകുന്നേരം പോകില്ല. ഒരു ദിവസം ഞാൻ പോകാണ്ടിരിക്കില്ല കേട്ടോ. അങ്ങനെ പോകും. കാലത്ത് നേരത്തെ കുളിച്ച് അമ്പലത്തിൽ പോകും. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ പൂജാരിയുടെ വീടിൻ്റെ അടുത്ത് എനിക്ക് വെച്ചെങ്കിൽ എന്നും ഓരോരോ ആൾക്കാർ കാണാൻ വരികയാണ്. അന്നൊന്നും നമ്മൾ പറയില്ല ഇതാ വരുന്നുണ്ട്, എന്നെ കാണാൻ വരുന്നുണ്ട്, ജാതകം നോക്കിയിട്ടൊന്നല്ല ഈ വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ എന്നെ കാണാൻ വരികയെന്ന് പറയും. അപ്പോൾ ശരി ഞാൻ ചെന്ന് നിൽക്കും. നമുക്ക് അങ്ങനെ ഒന്നും അറിയില്ല, എന്നിട്ട് എങ്ങനെ നിൽക്കണ്ടേ ഒന്നും അറിയില്ല. അങ്ങനെ ചെന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. എന്താ നമുക്കറിയില്ല അത് അല്ലെങ്കിൽ ചെന്ന് നിൽക്കിട്ട് കല്യാണം കഴിക്കാനാണ് എന്ത് കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയണ്ടായിരുന്നില്ല സത്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോരുത്തർ വന്നിട്ട് തലക്കുറൊക്കെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ കുറേ നമുക്ക് ശരിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ ഈ പാലക്കാട് പിന്നെ ഓരോ വഴി ദൂരേക്കൊക്കെയാണ് അച്ഛനെങ്കിലും എൻ്റെ അച്ഛന് വഴി ദൂരേക്ക് പറഞ്ഞേക്കാൻ ഇഷ്ടമില്ല. അച്ഛന് ഭയങ്കര കാര്യം തന്നെ. അപ്പോൾ വഴി ദൂരേക്കൊന്നും പോകാൻ പറഞ്ഞേക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ഇതാണ് അച്ഛൻ്റെ പ്രകൃതം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തിരുമേനി ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അതായത് പൊറനാട്ടുകാരാണ് ആൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇവിടുന്ന് ഞാൻ പൊറനാട്ട് സ്കൂളിലേക്ക് നടന്ന് പോയി പഠിച്ചിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഈ തിരുമേനിയുടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ അവിടെ ഇപ്പോൾ എൻ്റെ ഈ ആൾ എന്ന് അവിടേക്ക് വരും, ആ ഷോപ്പിലേക്ക് വരാറുണ്ട് അത്ര. അങ്ങനെ ഈ തിരുമേനി ഭയങ്കര പരിചയം. ഈ തിരുമേനിയായിട്ട് പരിചയമായിട്ട് എന്തിനു പറയുന്നത്, തിരുമേനി എൻ്റെ ജാതകം മേടിച്ച് കൊണ്ടുപോയി അവിടെ. ഈ ആൾ പൊറനാട്ടുകാരാടാട്ട് അധികം വ്യത്യാസമില്ല, പക്ഷേ ഞാൻ ഇയാളെ കണ്ടിട്ടില്ല കേട്ടോ. സത്യമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ജാതകമൊക്കെ നോക്കിയപ്പോൾ ശരിയായി. അപ്പോൾ എനിക്ക് 2-3 തലക്കുറൊക്കെ എൻ്റെ ശരിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അച്ഛന് അടുത്തുള്ളതാണ് ഇഷ്ടമായത്. അടുത്ത ഈ ഒരു ആൾ പിന്നെ വെച്ചാൽ ഇവരൊരു പെങ്ങളും ആങ്ങളെയാണല്ലോ ഉള്ളൂ, അച്ഛനും അമ്മയും. അപ്പോൾ ഇവിടെ ഞങ്ങൾ 4 മക്കളാണ്, അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മ പിന്നെ ഞങ്ങളുടെ കുട്ടികളും ആങ്ങളുടെ കുട്ടികളും അവരൊക്കെ ഉണ്ട്. അവരൊക്കെ വേറെ വീടുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ അച്ഛന് ഇഷ്ടമായത്. അച്ഛന് മാത്രമല്ല എനിക്കും കുഴപ്പമൊന്നുമില്ല. എന്നോട് ചോദിക്കും ഇഷ്ടമായി. നമ്മൾ അന്ന് കാരണവന്മാരുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ നീങ്ങുക. അങ്ങനെ അത് എനിക്കും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഈ ബന്ധം ഇന്ന് വരെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഇതായത് തിരുമേനി വെച്ചെങ്കിലോ മരിച്ചു പോയിട്ടോ. പക്ഷേ ഞങ്ങളുടെ ഈ എന്താ പറയുക, ഇങ്ങനെ ഒരു ബന്ധം ഇത്രയും സ്നേഹിക്കുന്ന ഒരു ആളെ എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ തിരുമേനി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അറിയാവുന്ന ഒരു തിരുമേനിയാണ്. അമ്പലത്തിൽ പോയിട്ട് ഇന്ന് വരെ ഞാൻ എത്ര ആക്സിഡൻറ്റിലും ഇതിലൊക്കെ ഞാൻ എന്തായിരുന്നു പറയുക, അമ്പലത്തിൻ്റെ ഒരു പ്രത്യേക ശക്തി. അങ്ങനെ ചെറുപ്പകാലങ്ങളിൽ പോയിട്ട് ഞാനിങ്ങനെ തൊഴുത് എനിക്കൊരു ജീവിതം തന്നു. എനിക്ക് മക്കൾക്കും ഒക്കെ ഇതൊക്കെ വരെയൊക്കെ ആയെങ്കിലും ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ എനിക്ക് സ്ഥലം കല്യാണം ഇത്രയും എന്നും പോകണ അമ്പലമാണെങ്കിലും കൂടി എനിക്ക് ഈ പൊറനാട്ടുകാരെ ഇത്ര അടുത്തുനിന്ന് ഒരു ബന്ധം വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ പൊറനാട്ടുകാർ ആ വഴിക്ക് ഞാൻ പോയിട്ടുണ്ട്. വീടിൻ്റെ പടിക്ക് കൂടെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ലല്ലോ അത് നാളെ ഞാൻ കല്യാണം കഴിക്കാൻ നമ്മുടെ വീടാന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ടുണ്ട്. അവിടെ പണ്ട് ഹെൽത്ത് സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പടിക്ക് കൂടെ പോകുന്നുണ്ട്. ഈ പെങ്ങളെയൊക്കെ ഞാൻ അവിടെ പഠിക്കുന്നത് നിൽക്കണം കണ്ടിട്ടുണ്ട്. തൊട്ടടുത്തൊക്കെ നിൽക്കണം കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അമ്മയുടെ തറവാടിൻ്റെ അടുത്ത് നിന്ന് ഇവരുടെ ബന്ധത്തിലേക്ക് അവിടെ ഒരു ചേച്ചിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട് എനിക്കറിയാം. അപ്പോൾ ആ വീട്ടിലേക്ക് വർത്താനം പറയുമ്പോൾ അങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട്. ആരേനെ പെങ്ങളെ കണ്ടിട്ടുണ്ട്. എൻ്റെ ആളേനെ ഞാൻ കണ്ടിട്ടില്ല, ആളെന്നെയും കണ്ടിട്ടില്ല.
അങ്ങനെ ഒരു ദിവസം വന്നിട്ട് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ കല്യാണമൊക്കെ എൻ്റെയൊക്കെ കഴിഞ്ഞതും ഒക്കെ. അപ്പോൾ നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ എനിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്നതും ഞാൻ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുന്നതും അതേ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് അത്ര വിശ്വാസമാണ്, കാര്യമാണ്, എന്നെ ഇഷ്ടമാണ്, എന്നെ അതുപോലെ തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും എന്താ പറയുക, അതിൽ പിന്നെ ഒരു ഇത് പറയില്ല. പിന്നെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഇഷ്ടത്തിനനുസരിച്ചും ദേഷ്യത്തിനനുസരിച്ച് നിൽക്കണ കാരണം പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നല്ല ദേഷ്യമുള്ള ആൾ തന്നെയാണ്. എന്നാലും അങ്ങനെ എൻ്റെ ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി ഇതുവരെ എത്തിയത്. അപ്പോഴേക്കും പിന്നെ മക്കളൊക്കെ വലുതായി. മക്കളെ എന്താ പറയുക, ആളെ കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു ഫുഡിൻ്റെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു ചമ്മന്തി ആയാലും ആൾ അത് കഴിച്ച് പോകാൻ റെഡിയാണ്. ഭക്ഷണം ഇന്നത് വേണമെന്നില്ല. എന്താ പറയുക, എല്ലാം ഏട്ടൻ്റെ അമ്മയ്ക്ക് അമ്മ ടീച്ചറായിരുന്നു, പെങ്ങളും ഇപ്പോൾ ടീച്ചർ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, അമ്മ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നത് ഒരു നിർബന്ധത്തിനും വേറെ ഒരു എല്ലാ സാധനങ്ങളും കൂട്ടി പഠിപ്പിച്ചുള്ള കാരണം നമുക്കൊരു യാതൊരു ഭക്ഷണ കാര്യങ്ങളിലായാലും ഒരു കൃത്യനിഷ്ഠ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റിയില്ല ചെയ്യിപ്പിക്കാൻ. കാരണം വെച്ചാൽ ഒരാൾക്ക് ഒരൈറ്റം ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരാൾക്ക് മറ്റാൾക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എന്താ, ഒരാൾക്ക് ഇതുണ്ടാക്കും, ഒരാൾക്ക് അതുണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ട് അതിപ്പോഴും അത് അങ്ങനെ തന്നെ. അവിടെ എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ അമ്മ ജോലിക്ക് പോകുമ്പോൾ ഒരൈറ്റം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചെയ്ത് എല്ലാവരും കഴിച്ച് അങ്ങനെ ശീലമായി. പക്ഷേ ഞാൻ ഇവിടെ ജോലിക്കൊക്കെ പോയായിരുന്നു. പിള്ളേർക്ക് ഏതാണ്ട് കുറച്ച് ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ ജോലിക്കൊക്കെ പോയായിരുന്നു. ഏട്ടനെ കൊണ്ടുപോകും, ഞാൻ കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ജോലിക്കൊക്കെ സ്റ്റോളിലൊക്കെ ഞാൻ നിന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലല്ല, വേറെ വീടാകുമ്പോൾ കുടുംബമാകുമ്പോൾ നമ്മൾ പോയി തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രയായാലും നമ്മൾ ജോലിക്ക് പോയാലും നമുക്ക് കിട്ടുന്നത് നമുക്ക് നല്ലത് തന്നെയല്ലേ. അങ്ങനെയായിട്ട് ഞാൻ പോയിട്ടൊക്കെ. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കും, ഒരാൾ തിന്നില്ല ഒരാൾ തിന്നും, അങ്ങനെയായിട്ട് ഞാൻ തോറ്റുപോയി. പക്ഷേ ഏട്ടനെ കൊണ്ട് ഇന്ന് വരെ എനിക്ക് യാതൊരു ഭക്ഷണ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇന്നിപ്പോൾ ചമ്മന്തി മതി എന്ന് പറഞ്ഞാൽ ആ ചമ്മന്തി കഴിച്ചോളും. പക്ഷേ എൻ്റെ പിള്ളേർ കഴിക്കില്ല. അപ്പോൾ നന്നായില്ല. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. പിള്ളേർ അന്നുമില്ല ഇന്നുമില്ല ഒന്നിലും ഭക്ഷണ കാര്യങ്ങളിൽ ഇതായില്ല. ഒരാൾക്ക് പപ്പടം ഇല്ലെങ്കിൽ ചോറ് ഇറങ്ങില്ല, ഒരാൾക്ക് മുട്ട പൊരിച്ചാലും ഇഷ്ടമല്ലോ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതൊന്നും പറയില്ല. ഇപ്പോൾ ഇതിട്ട് അതിൻ്റെ തന്നെ ചീത്ത പറയുമ്പോൾ പിള്ളേർ വേറെ കാര്യം. പിന്നെ ഞാൻ എൻ്റെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ഒരു ദിവസം ഞാൻ ഇടാട്ടോ. അതിൽ എല്ലാവരും ഉണ്ട്. പക്ഷേ നമുക്കത് ഇടുമ്പോൾ ഇപ്പോൾ ഒരു വിഷമം തോന്നാം. എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും 2 വീട്ടിലെത്തി. അവരെല്ലാവരും ഇപ്പോൾ മരിച്ചു. എൻ്റെ അച്ഛൻ ഒരു 6 മാസം മുന്നേ ഉണ്ടായിരുന്നതല്ലേ, ഇപ്പം മരിച്ചു. പക്ഷേ അവരൊക്കെ നല്ല ഒരു ഇതിൽ വയസ്സ് ഇതൊക്കെ ആയിട്ട് തന്നെയാണല്ലോ മരിച്ചതെന്നൊരു സമാധാനമുണ്ട് നമുക്ക്. എന്താ പറയുക, ഇത്ര നാൾ നമുക്ക് അച്ഛനെയും അമ്മേനൊക്കെ നോക്കാൻ പറ്റിയല്ലോ, അങ്ങനെയുള്ളൊരു ഇതിൽ നമുക്ക് ഒരു സമാധാനമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഉള്ള കാലം നമ്മൾ കുട്ടികൾ തന്നെയൊന്നും അല്ലേ, നമ്മൾ എത്ര കുട്ടികളായാലും മക്കളായാലും നമ്മളിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു കുട്ടിസ്ഥാനം നമ്മൾ എന്നുണ്ടാവില്ലേ, അത് നമുക്ക് നഷ്ടപ്പെട്ട് പോകുമ്പോഴത്തെ ഒരു വിഷമമുണ്ട്. എന്നാലും അവർ ഭാഗ്യന്മാരായി എന്താ പറയുക, ഈശ്വരന് തുല്യമായിട്ട് അവർ അവിടെ നിന്ന് നമ്മളെ സംരക്ഷിക്കേണ്ടതെന്ന് നമുക്ക് വിചാരിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ ആരെയായാലും വയസ്സായവർ കുട്ടികളും ഒരുപോലെ എന്ന് പറയാം. അപ്പോൾ നമ്മൾ വയസ്സായവരെ നമ്മൾ നല്ലോണം നോക്കണം. അത് ആരായാലും നോക്കണം. നമ്മൾ ഭഗവാൻ ഇതിനൊരു സമയമായിട്ടുള്ള ആൾക്കാരാണ് വയസ്സായവർ. അങ്ങനെ ഓരോ ഇത് പറയാമെന്ന് മാത്രം. അതുമാതിരി ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആ പറയണ നേരത്തെ എനിക്ക് ഓർമ്മ കിട്ടില്ല, അതാണ്. ഇനിയും കുറേ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനിയൊരു വീഡിയോ കൂടി ഇടാം ഞാൻ. ഇപ്പോൾ ഇങ്ങനെ പോട്ടെ. പിന്നെ ഞാൻ എൻ്റെ പിള്ളേർ ഒക്കെ ആയതിനു ശേഷം പിള്ളേരെ ചെറിയ കുട്ടികളാണ് കേട്ടോ, ഒരു 2-3 വയസ്സ് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ കണ്ണനൊക്കെ, പിന്നെ മൂത്തോനൊക്കെ. പിന്നെ ചേച്ചിയുടെ മോള് ചേച്ചി എല്ലാവരും കൂടിയിട്ട് ധനലക്ഷ്മി ബാങ്കിൻ്റെ മുകളിലേക്ക്, അന്ന് അച്ഛന് ബാങ്കിലായിരുന്നു ജോലി കേട്ടോ. അപ്പോൾ അച്ഛനെ വെച്ച് ഞങ്ങളതിനെ കൊണ്ടുപോയിട്ട് ഈ ലിഫ്റ്റിൽ കയറ്റും. ലിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഞാനൊക്കെ ആ ടൈമിൽ അപ്പോഴാണ് കാണുന്നത്. ഇത് എന്നിട്ട് ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അന്നിപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലായാലും കോണിയിൽ കയറിയിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ കയറിയിട്ടുള്ള തന്നെ എൻ്റെ ഈ ഡെലിവറിയുടെ സമയത്ത് മാത്രം ഞാൻ ഈ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല ചെറുപ്പക്കാരങ്ങളിൽ. അപ്പോൾ ഞാൻ ഒരു 27 വയസ്സിലൊക്കെ ഞാൻ ഈ കുട്ടീനെ കാണിക്കാൻ പോകുമ്പോഴാണ്. അപ്പോൾ അവനൊരു 4-5 വയസ്സുണ്ടാവും. ആ ടൈമിലാണ് ഞാൻ അച്ഛനെ ഈ ലിഫ്റ്റിൽ കയറ്റിയിട്ട് ഞങ്ങളതിനെ കൊണ്ടുപോവാണ്. ഈ ബാങ്കിൻ്റെ മുകളിൽ ഒരു 4-ാം നിലയുടെ മീതെ കയറിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പുലിക്കളി കാണാണ്. അങ്ങനെയുള്ളൊരു ഭാഗ്യമൊക്കെ ഉണ്ടായി. അച്ഛൻ അങ്ങനെ കാണിച്ച കാരണം പുലിക്കളിക്ക് പോക്കൊക്കെ ഉണ്ടായിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പൂരം വന്നാലേ, തൃശ്ശൂർ പൂരം വന്നെന്ന് വെച്ചെങ്കിൽ പിറ്റേ ദിവസം പകൽപൂരത്തിന് ഞങ്ങൾ പോകട്ടോ. പകൽപൂരത്തിന് പോയിട്ട് കുട്ടികളൊക്കെ കാണിക്കാതെ വരില്ല. പിറ്റേ ദിവസം പോകും. അച്ഛൻ അപ്പോൾ വാച്ച്മാൻ്റെ ഡ്യൂട്ടി അവിടെ ഉണ്ടാവും. വാച്ച്മാനായിരുന്നു അച്ഛന്. അപ്പോൾ വാച്ച്മാൻ്റെ ഡ്യൂട്ടി ഉണ്ടാവും അച്ഛന്. അപ്പോൾ എക്സ് മിലിറ്ററിയുടെ ഒരു പവറിലാണ് അച്ഛനെ കിട്ടിയിട്ടുള്ളത്. അന്നൊക്കെ അങ്ങനെ എടുക്കുള്ളൂ. വാച്ച്മാൻമാരാണോ അവർ എക്സ് മിലിറ്ററി ആവും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അച്ഛൻ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കുറച്ച് നേരം പൂരം കാണിക്കും. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചെല്ലാൻ പറയും. അപ്പോൾ അച്ഛൻ അവിടെ എന്തെങ്കിലും കടയിലൊക്കെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് വിട്ടാൽ. അത് കഴിഞ്ഞിട്ട് അന്നും നമ്മുടെ ഈ തിരുവമ്പാടിയും പാറമേക്കാവിൻ്റെയും ഈ കഞ്ഞിക്കുടി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഒരു വെടിക്കെട്ടിന് മുന്നേ ഇതേമാതിരി വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയെ. അപ്പോൾ ഒരു 12 മണിക്ക് മുന്നേ ഒരു വെടിക്കെട്ടും അതൊക്കെ ഉണ്ടാവും. ആ സമയത്തേക്ക് വേഗം ഞങ്ങൾ കുറച്ച് പൂരൊക്കെ കണ്ട് പിന്നെ അത് ഒരു പീരിയഡ് എന്ന സമയമാകുമ്പോഴേക്കും ഞങ്ങൾ വേഗം എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മെല്ലെ ഇറങ്ങി പോകുന്നു. ഞാനും ചേച്ചി, എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും, ചേച്ചി മോളൊക്കെ ഉണ്ടാവും, അച്ഛനും ഒക്കെ ഉണ്ടാവും. അച്ഛൻ കുറച്ചൊക്കെ വരും, പിന്നെ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ ആയിട്ട് വന്ന്
ഞങ്ങൾ ഈ കൗസ്തുഭത്തിലായിരുന്നു ഈ കഞ്ഞി കുടിക്കലൊക്കെ. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ കഞ്ഞിയും ഇതൊക്കെ. അപ്പോൾ കഞ്ഞിയും പുഴുക്കൊക്കെ ഇങ്ങനെ പാള കുത്തിയിട്ട് അന്ന് ഇപ്പോൾ പാളയുടെ പ്ലേറ്റായി. പണ്ട് എങ്ങനെ വെച്ചാൽ പാള ഇങ്ങനെ 2 സൈഡും കുത്തി തരും, എന്നിട്ട് അതിൽ കഞ്ഞി വെച്ചിട്ട് പ്ലാവിലോണ്ട് തരും. അപ്പോൾ ഒരു ഇല വെച്ചിട്ടുണ്ടാവും, ഇലയിൽ കുറച്ച് മോര് വെച്ച് കൂട്ടുണ്ടാവും, ഒരു എലിശ്ശേരി ഉണ്ടാവും, ഒരു നാളികേരക്കൊത്തുണ്ടാവും, ഒരു പപ്പടം ഉണ്ടാവും, ഒരു അച്ചാറുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരിലയിൽ തന്നെ കുറച്ച് സാധനങ്ങളുണ്ടാവും. പക്ഷേ ഞങ്ങളത് കഞ്ഞി എല്ലാവരും കുടിക്കും. അപ്പോൾ ഒരു ദാഹവും വിശപ്പും എല്ലാം മാറുമല്ലോ. അപ്പോൾ നല്ലോണം വേണ്ട നല്ലോണം ഇങ്ങനെ വേണമെങ്കിൽ പിന്നെ പിന്നൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യട്ടെ. ഒന്നാമത് അത് കഴിക്കുമ്പോഴേക്കും മതിയാവും. കുട്ടികൾക്കൊന്നും കഞ്ഞി കുടിച്ചിട്ട് ചെയ്യില്ലേ, ചെറുപ്പത്തിൽ തന്നെ കഞ്ഞി കുടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ളതാണ്. അപ്പം അത് കഴിച്ച് അത് വല്ലയിടത്തും കണ്ട അങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കുന്ന കുട്ടികളും അല്ല. അപ്പോൾ എന്തായാലും എന്നിട്ട് അതിന് മറ്റു പിഴിഞ്ഞ് കൊടുത്തിട്ടൊക്കെ ആയിട്ട് പിള്ളേർ കഴിച്ചാൽ അതൊന്നും നല്ലൊരു ഹാപ്പിയുള്ളൊരു സമയം തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങളിപ്പോൾ പൂരം കണ്ടിട്ട് ഇങ്ങനെ വരും, അതൊരു സന്തോഷമായി. അപ്പോൾ അത് വേണം ഇത് വേണം ബലൂണ് മറ്റത് അങ്ങനത്തെ അന്ന് അധികമൊന്നും അങ്ങനെ മേടിക്കാറില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നൊന്നും വലിയ പൈസ കൊടുത്തിട്ട് അങ്ങനെ മേടിക്കാറൊന്നുമില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊന്ന് തൊടിച്ച് മേടിച്ച് കൊടുക്കല്ലോ കേട്ടോ. ഇന്നത്തെ കുട്ടികളെ എങ്ങനെയാണ് പൂരം കാണിക്കാൻ കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരപ്പറമ്പിലെ എല്ലാ സാധനങ്ങളും വേണം. അത് അമ്മയ്ക്ക് പൈസയുണ്ടോ പൈസയില്ല ഇതൊന്നും അറിയേണ്ട കാര്യമില്ല കുട്ടികൾക്ക്. അപ്പോൾ എന്താ കുട്ടികൾക്ക് അറിയാൻ പാടില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും രണ്ടും ആണ്. അല്ല ഇപ്പോഴും അന്നും എനിക്കൊക്കെ 1 2 തന്നെയായിരുന്നു, അത്ര തന്നെയുള്ളൂ. പക്ഷേ ഞങ്ങൾ അതിനനുസരിച്ച് തന്നെ മേടിച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ കറിയും അത് വേണമെന്ന് പറയും. എന്താ ഞാനേ ഗൂഗിൾ പേ ചെയ്യാട്ടാ, അത് തന്നോളാം. ഇപ്പം എൻ്റെ പോക്കറ്റിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല. ഇപ്പോൾ എല്ലാവരും ക്യാഷ് അങ്ങനെ കൊണ്ടുനടക്കില്ലോ. അപ്പോൾ എന്താ എല്ലാവരും അത് ചെയ്തു, സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. കുട്ടികൾ അത് കാരണം എന്താ ഇപ്പോഴത്തെ കുട്ടികൾ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ഇപ്പോൾ വലിയ വലിയ ഒരു എന്താ പറയുക വിവരം കൂടിയിട്ട് പല അപകടങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു കാലമായി പോയി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് നമ്മൾ എങ്ങനെയാണ് എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നത് അതുപോലെ ഇരിക്കും കാര്യങ്ങൾ. ഫ്രണ്ട്ഷിപ്പോ നമ്മൾ ഈ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവർക്ക് ഓരോ കുട്ടികൾക്കും ഇന്നുള്ള ചെറുപ്പം തൊട്ടിട്ട് വലിയ കുട്ടികൾ വരെ എത്ര വലിയ കുട്ടികളായാലും വയസ്സായവരായാലും അവരൊന്നും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഈ മൊബൈലിൽ ചാറ്റ് ചെയ്ത് എന്താ പറയുക അറിയാത്തവരെ മുഴുവൻ അറിയുകയും ചെയ്യും. എന്നിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നേരിട്ട് കണ്ടറിയില്ല കേട്ടോ ചിലപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുമ്പോൾ ഫോട്ടോ നേരിട്ട് കാണുമ്പോൾ അതും പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോരോ ചതിയിൽ വന്ന് വീഴലും ഓരോ കാര്യങ്ങളിൽ പേര് മാറ്റി ഓരോരുത്തർ ഇതാവലും ഒക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഈ ലോകം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഭയവും നമുക്ക് കേട്ടാലും ഇതായാലും. പക്ഷേ പണ്ടെന്ന് പറഞ്ഞാൽ എന്താ കളങ്കമില്ലാത്ത മനസ്സെന്ന് പറയണ മാതിരിയാണ് കളങ്കമില്ലാത്തൊരു കാലം. അത് എത്രയായാലും ഇനി അത് തിരിച്ച് കിട്ടില്ല. ഈ ലോകം മുഴുവൻ മാറിപ്പോയി. അന്നത്തെ ജീവിതം എന്താ പറയുക ഇന്നിപ്പോൾ ഞങ്ങൾ തന്നെ ആയ കാരണം നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. വേറെ തലമുറയ്ക്ക് ഇതേമാതിരി ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭർത്താവ് മക്കൾ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും നോക്കുള്ളൂ. അതിപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിലും ശരി എനിക്ക് അവരുടേത് കഴിഞ്ഞ് അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ലൈവ് ഇടലും പിന്നെ യൂട്യൂബിലൊരു ഇത് ചെയ്യലും എടുക്കലും ഒക്കെ ചെയ്യുള്ളൂ. അവരെ ദേഷ്യപ്പെടുത്തിൻ്റെ വെച്ചെങ്കിൽ നമുക്ക് പിന്നെ ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു വീഴ്ച വരുത്തിൻ്റെ വെച്ചെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണേലോ അല്ലെങ്കിൽ ചായ കൊടുക്കണേലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണേലോ വീഴ്ച വരുത്തിയാൽ എൻ്റെ മൊബൈൽ ഇവിടെ ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ അവരെ സന്തോഷിപ്പിച്ചാലേ നമുക്ക് നമ്മുടെ കാര്യം നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് എങ്കിൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റും. അതിൽ നമ്മൾ വിജയിക്കണം. അതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവട്ടെ എന്നുള്ള ഞാൻ പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ പറയുന്നത്.